ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഷവർമ ബോളാണ് കേട്ടോ. ഷവർമയുടെ ടേസ്റ്റിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് റെസിപ്പി ഒന്ന് ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു സബോള അധികം വാടൊന്നും വേണ്ട. ഒരു ചെറിയ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അധികം വേണ്ട അത് ഇഞ്ചി വെളുത്തുള്ളി. പിന്നെ ഒരു 1.5 കപ്പ് കാബേജ്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അധികം വേവിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. പിന്നെ ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, പിന്നെ എരിവിന് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. പിന്നെ ആ പച്ചക്കറിക്ക് വേണ്ട ഉപ്പ് പാകത്തിന്. നന്നായി ഇളക്കിയിട്ട് ഒന്ന് വാടൊന്നും വേണ്ട, ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അതിലേക്ക് 1 കപ്പ് ചിക്കന് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചത് 1 കപ്പ്. നന്നായി ഒന്ന് ചിക്കൻ ഉടച്ചത് അതൊന്നുകൂടി അതിലൊന്ന് മിക്സ് ആവണം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്. നന്നായി ഒന്ന് ഇളക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് മയോണീസ്, നല്ല കട്ടിയിലുള്ള മയോണീസ്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടിട്ടാ നല്ലോണം ഒന്ന് ഇളക്കുക. മയോണീസ് നല്ല കട്ടിക്കുള്ള വേണം, ലൂസായതാകുമ്പോൾ ബോൾ പിടിക്കുമ്പോൾ നല്ല ലൂസാവും. അങ്ങനെ എല്ലാതും കൂടി ഇളക്കിയിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഉപ്പൊക്കെ പാകത്തിന് നോക്കുക, ഉപ്പുണ്ടോന്ന് എരിവുണ്ടോന്ന്. ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇടുക. മല്ലിയിലയൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ പാത്രത്തിലേക്ക്. ഇനി ഒരു ബൗളിൽ കുറച്ച് റസ്ക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് മൈദ പേസ്റ്റ് ഒരു കട്ടിക്കായിട്ട്. അല്ല, മുട്ട ഉടച്ച് ബീറ്റ് ചെയ്താലും മതി, അത് മതി. അപ്പം മൈദയാണ് നല്ലത്, മൈദ നന്നായി കട്ടിക്ക്. പിന്നെ ഒരു ബ്രെഡ് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് നന്നായി കൈൻ്റെ അടിയിൽ വെച്ചിട്ട് നന്നായി ഒന്ന് പിഴിയുക. നന്നായി ആ വെള്ളം പോണൊന്ന് ഉരുട്ടാൻ പാകത്തിൽ. പിന്നെ അതിൻ്റെ നടുക്ക നന്നായി ഒന്ന് വെള്ളം കളഞ്ഞിട്ട് അതിൻ്റെ നടുക്ക കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു 2 ടീസ്പൂണ് ഒരേ ഇതിനനുസരിച്ച് ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ച് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഒന്ന് കൂട്ടുക. അല്ലാതെ ഒരു ബോൾ ഷേപ്പിലാക്കുക. നന്നായി ഒന്ന് അമർത്തുമ്പോൾ അതങ്ങനെ ബോളായി വരും. കാണുമ്പോൾ തോന്നും അങ്ങനെ ആവില്ലെന്ന്, ശരിക്കൊരു ബോളിൻ്റെ ഇതിലായിട്ട് വരും. നന്നായി ഒന്ന് കവർ ചെയ്ത് വന്നിട്ട് മൈദയിലൊക്കെ മുക്കിയാൽ ശരിയായി വരും. കണ്ടില്ലേ? അധികം വെള്ളത്തിൽ ഇങ്ങനെ ഇടരുത്. കുറച്ച് സോഫ്റ്റായ വേണ്ട, കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ബ്രെഡ് വേണം. നല്ല സോഫ്റ്റായതാകുമ്പോൾ പൊട്ടും. മൈദയിൽ മുക്കുക, റസ്ക് പൊടിയിലേക്ക് ഇടുക. റസ്ക് പൊടി നല്ലോണം ഒന്ന് കവർ ചെയ്യുക. നന്നായി ഒന്ന് എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് നന്നായി കവർ ചെയ്യുക. നല്ലോണം കവർ ചെയ്യണം. എല്ലാ ഭാഗത്തൊന്ന് പിടിക്കണം റസ്ക് പൊടി. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ബ്രെഡ് എടുക്കുക, വെള്ളത്തിൽ മുക്കുക, കൈയിൻ്റെ അടി വെച്ച് നന്നായി ഒന്ന് അമർത്തിയാൽ ആ വെള്ളം കൊണ്ട് വരും. ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുള്ള ആ ബ്രെഡിലേക്കുള്ള ഫില്ലിങ് 4 ഭാഗവും കൂടിയിട്ടൊന്ന് കൂട്ടിപ്പിടിച്ചിട്ടൊന്ന് ഒതുക്കി കൊടുത്താൽ അതൊരു ശരിക്കും ഇങ്ങനെ ഒരു ബോൾ പരുവത്തിലാവും. പിന്നെ മൈദയിൽ ഡിപ്പ് ചെയ്യുക, കോട്ടിങ് ആവാൻ വേണ്ടിയിട്ട് റസ്ക് പൊടിയിലിടുക. അങ്ങനെ അല്ലാതെ ഇതുപോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. തിളച്ച എണ്ണയിലേക്ക് ഓരോ ബോൾ എടുത്തിടുക. ഓരോന്നിങ്ങനെ മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള എടുത്തിടുക. അങ്ങനെ മുകളിലേക്ക് എണ്ണ കോരി ഒഴിക്കണം കേട്ടോ. അങ്ങനെ നിൽക്കുകയെന്ന് വെച്ചെങ്കിലൊന്ന് എണ്ണ കോരി ഒഴിക്കണം. മുങ്ങണ പാകത്തിൽ പൊട്ടി പോകുന്നില്ല. എന്നിട്ടൊരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചും മറിച്ചിടുക. ഈ വെള്ളത്തിൻ്റെ ഒരു ഇതുള്ള കാരണം കുറേശ്ശായിട്ട് അത് മൊരിയുള്ളൂ. അപ്പോൾ അതൊന്ന് ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് മുരിച്ചെടുക്കുക, തിരിച്ചും മറിച്ചും ഇട്ടിട്ട്. കണ്ടില്ല, നല്ല വലിയൊരു ഒരെണ്ണം തന്നെ തിന്നാൽ മതി, അത്ര വലിയ
ഒരു ഇതാണ് ആയി വരുന്നത്. നല്ല ഉരുണ്ടിട്ട് കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറായാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അങ്ങനെ അടുത്തത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റംസാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ ഈ ഷവർമ ബോളിന് ലൈക്ക് കൊടുക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടില്ലേ, എല്ലാതും നല്ല ഉരുണ്ട ഷേപ്പിൽ വന്നിരിക്കണം. അപ്പോൾ ഷവർമ ഉബൂസ് വെച്ചിട്ടുള്ള ഷവർമനെ പോലെ അത്ര പ്രയാസപ്പെട്ടുണ്ടാക്കൊന്നും വേണ്ടല്ലോ, ബ്രെഡ് ഉണ്ടായാൽ മതി. കണ്ടില്ലേ, എല്ലാതും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരാം. എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.